ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നോമ്പ് കാലമായിട്ട് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോടെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ വിഭവമാണ്. എലാഞ്ചിയാണ് നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത്. ഇത് എനിക്ക് ഇൻട്രോ എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് ഇട്ടേക്കാമെന്ന് വിചാരിച്ച് പറയുകയാണ്. ഇന്നലെ ഞാനിത് ഉണ്ടാക്കി സോഷ്യൽ മീഡിയാസിലൊക്കെ ഫോട്ടോ ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഇതിൻ്റെ റെസിപ്പി എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് തന്നെ വേഗം ചെയ്യണേ, അവർക്ക് ഉണ്ടാക്കി നോക്കാനാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ വിചാരിച്ച് ഇൻട്രോ ഒന്നും എടുക്കാൻ നിൽക്കേണ്ട, വേഗം തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരുപാട് സംസാരിച്ച് സമയമൊന്നും കളയണ്ട, വേഗം തന്നെ പോയി കണ്ടിട്ട് വരാം. നമുക്ക് എലാഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങാവേ. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുന്ന സമയത്ത് ഒരു 1 മുതൽ 1.5 ടീസ്പൂൺ വരെയൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടാവട്ടെ. നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ കുറച്ച് കിസ്മിസും കാഷ്യൂ നട്ട്സും എടുത്തിട്ടുണ്ട്. കാഷ്യൂ നട്ട്സ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. രണ്ടും ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. കാഷ്യൂ നട്ട്സ് പിന്നെ മുറിച്ചിട്ട് കൊടുത്തുകൊണ്ട് ഇനി പ്രത്യേകിച്ച് മൂപ്പ് സമയം കൂടുതലൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ ഞാനിനി ഇതിപ്പോൾ പാനിൽ നിന്ന് മാറ്റുവാണ് പ്ലേറ്റിലേക്ക്. എന്നിട്ട് സെയിം പാനിലോട്ട് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. തേങ്ങയുടെ അളവ് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പെന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ഒരു നല്ല കൈപ്പിടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു 6-7 സ്പൂൺ തേങ്ങയുണ്ട് കേട്ടോ. അരമുറി തേങ്ങ അങ്ങനെയൊക്കെ വിചാരിക്കാം. അപ്പോൾ അത്രയും തേങ്ങയുണ്ട്, കണക്ക് മനസ്സിലായല്ലോ, അത്രയും തേങ്ങയുണ്ട്. ഇനി ജസ്റ്റ് ഇത് ഈ നെയ്യിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഈ കൂടെ തന്നെ നമുക്ക് കുറച്ച് കാര്യം ഇവിടെ ചേർക്കാനുണ്ട്. എന്താണെന്ന് നോക്കാം. ഞാൻ ഇതിനകത്തോട്ട് ഇത് കണ്ടില്ലേ, ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 4-5 ഏലക്കായും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചേ ചേർത്ത് കൊടുക്കുവാണേ. എന്നിട്ട് ഇതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാനിപ്പോൾ പഞ്ചസാര പൊടിച്ചാണല്ലോ ഇട്ടെ. പൊടിക്കാതിട്ടാൽ മാത്രം വെള്ളം ചേർത്താൽ മതി. പക്ഷേ വെള്ളം എനിക്ക് ചേർക്കുന്ന അത്ര ഇഷ്ടമില്ല, കാരണം ആ വെള്ളം അങ്ങ് ഒരു നനവ് ഫീൽ ചെയ്യും. ഇത് ഇച്ചിരി നല്ലതായിട്ട് അങ്ങനെ അങ്ങ് ഒത്തിരി കുഴഞ്ഞങ്ങ് പോകണ്ട, അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു പരുവം നല്ല. എന്നിട്ട് ഈ വെള്ളം ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. അപ്പം ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് ശരിക്കും നമ്മുടെ മടക്കയുടെ ഇല്ലേ, ഗോതമ്പ് പൊടി വെച്ചുണ്ടാക്കുന്ന ആ ഒരു ഇതുപോലെ തന്നെയാണ്. പക്ഷേ മുട്ടയൊക്കെ ചേർക്കുന്നുണ്ടെന്നുള്ളൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മടക്കയുടെ എല്ലാവർക്കും അറിയാമോയെന്ന് എനിക്കറിയില്ല. അറിയില്ല എങ്കിൽ താഴെ കമൻറ്റ് കേട്ടോ. ഞാൻ മടക്കയുടെ റെസിപ്പി വീഡിയോ ഇടാവേ. ഗോതമ്പ് പൊടി വെച്ചാൽ അത് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഒന്ന് ഏകദേശം ഒന്ന് നല്ലതായിട്ട് റോസ്റ്റ് ആയ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂ നട്ട്സും കിസ്മിസും ചേർത്ത് കൊടുക്കാവേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഫില്ലിങ് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് എലാഞ്ചിയുടെ ബാറ്റർ നമ്മൾ ദോശ പോലെ ഉണ്ടാക്കി എടുക്കണമല്ലോ, അത് റെഡിയാക്കി എടുക്കാവേ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്ക് ബാറ്റർ ഉണ്ടാക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. അളവ് ചോദിക്കുവാണെങ്കിൽ 250 ml കപ്പിലാണ് ഞാൻ ഒഴിച്ചിരുന്നത്. നെക്സ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ്. മുട്ട ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ഞാൻ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു മഞ്ഞ കളർ കിട്ടാനായിട്ടാണ്, അതാണ് അതിൻ്റെ ആ ഒരു പാകം എന്ന് പറയുന്നത്. പിന്നെ ഞാനൊരു ഏകദേശം ഇത്രയും ഒരു 1/4 ടീസ്പൂണോളം മതി, നോക്കിയിടണം കേട്ടോ ഉപ്പൊക്കെ. അത്രയും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ മാവ് അളന്ന് അതേ സെയിം കപ്പിൽ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളോട് വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞു തരാനാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറേശ്ശെ ഒഴിച്ചിട്ട് ഞാൻ കലക്കി നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം കേട്ടോ എന്തുമാത്രം വെള്ളം ഞാൻ യൂസ് ചെയ്തു എന്ന്.
ഇപ്പം ഞാൻ ഈ കപ്പിൽ കണ്ടില്ലേ 3/4 കപ്പ് വെള്ളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇത്രയും വേണ്ടി വന്നെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇത്രയും അല്ലെങ്കിൽ ഇതിൽ കുറവോ കൂടുതലോ ഒക്കെ ആകാം കേട്ടോ. അത് മാവിൻ്റെ ആ ഒരു ഇതനുസരിച്ചിരിക്കും. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ, ദോശമാവ് പോലെ. എന്നിട്ട് ഇനി നമുക്ക് നല്ല നൈസായിട്ടാണ് ഇനി ഇത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതിന് പരത്തിയെടുക്കാം. ഞാൻ ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഇനി നമുക്കിത് ചൂടാകുമ്പോൾ മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇനി ഈ തവ ചൂടായെന്നറിയാൻ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാവേ. കണ്ടോ, ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമുക്ക് മൈദമാവ് ഒഴിച്ചു കൊടുക്കാവേ. ഇതിലൊരു തവി മാത്രം ആദ്യം ഒന്ന് എടുത്ത് ഒഴിച്ചു കൊടുക്കാം. നല്ല നൈസായിട്ടാണ് ഇത് പരത്തേണ്ടത്. ഞാൻ ചെറിയ എലാഞ്ചിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ചെറുതായിട്ടിരിക്കുന്ന ഇഷ്ടം, ഒരുപാട് നീണ്ടിരിക്കുന്ന ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഒരു തവി മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നല്ല നൈസായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതിന് ഈ ഒരു ആ മേളുഭാഗത്തെ അതെല്ലാം ഒന്ന് വെന്ത് ആ ഒരു മങ്ങിയ മാതിരി കണ്ടോ. എന്നിട്ട് ഇതിന് ജസ്റ്റ് ഇങ്ങനെ വിട്ട പോലെ വന്ന് നിൽക്കും. അപ്പോൾ നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. അകഭാഗം കൂടെ ഒന്ന് വേവണം കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം കുറച്ചിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാവേ. ഇതുപോലൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഒരു അത്യാവശ്യം കുറച്ച് മതി കേട്ടോ, നമുക്ക് എല്ലാത്തിനും ഇടണമല്ലോ. അത് തന്നെയല്ല, അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാനുള്ളത് മാത്രം ഇട്ടാൽ മതി. എല്ലാ കാഷ്യൂ നട്ട്സും എല്ലാം ഇട്ട് കൊടുക്കുക. ഈ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ റോള് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ആക്കിയിട്ട് ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഒരെണ്ണോടെ ഞാൻ കാണിച്ചു തരാവേ. ഇത് രണ്ടാമത്തെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു തവി മാവ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ദോശ പരത്തുന്ന പോലെ നന്നായിട്ട് നൈസായിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ നല്ല തിന്നായിരിക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ആ വിചാരിക്കുന്ന ടേസ്റ്റ്, നമുക്ക് ആ അവിടുന്ന് കണ്ണൂരിൽ നിന്നൊക്കെ കിട്ടുന്ന, അല്ലെ ആ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം ഉണ്ടാവുക. ഇതായിട്ടുണ്ട്. ഇനി ഞാൻ തിരിച്ചിട്ട് കൊടുക്കുവാണേ. എന്നിട്ട് അകഭാഗവും കൂടെ ഒന്ന് വെന്തിട്ട് നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അകഭാഗം ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പം ഞാനിത് എടുക്കുകയാണ്. എന്നിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫില്ലിങ് ഇടാം. ഇച്ചിരി ഇറക്കി വെക്കണ്ട കേട്ടോ. ഒരു അറ്റത്തു നിന്ന് മടക്കാനുള്ള ഒരു സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുക്കാനേ. അപ്പോൾ ദേ 2 എണ്ണം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ മുഴുവനും ഉണ്ടാക്കി എടുക്കട്ടെ. അപ്പം നിങ്ങൾക്ക് ഇത്ര കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന യൂസ്ഫുൾ ആവുന്ന എൻ്റർടൈനിങ് ആകുന്ന നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.